ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും ഗൈസ്. ഡേ 49 ചാലഞ്ചിൽ ഡേ 13 വരെ എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇനി എത്രത്തോളം അങ്ങോട്ട് എത്തുന്നൊന്നും എനിക്കറിയില്ല. കാരണം ഗൈസ് ഞങ്ങളെ വണ്ടി എന്താ പറയുക, നമ്മൾ വണ്ടി കൊടുത്തു വിട്ടാ, മീൻസ് ഞങ്ങൾ കാറ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ വേറെ കാർ എടുത്തിട്ട് വേണം നമുക്ക് പുറത്ത് പോയിട്ട് വീഡിയോസ് ചെയ്യാനും ഇതിനൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഡേ 13 നമ്മൾ അടുത്തുള്ള ഒരു ലൊക്കേഷൻ തന്നെ ആയിക്കോട്ടെ വെച്ചിട്ട് ഞാനൊക്കെ നടക്കുകയാണ് കേട്ടോ. ഒരു 8 മണി 7:30 ആയിട്ടുണ്ടാവും കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ. അപ്പോൾ എവിടേക്കാണ് പോകണമെന്ന് വെച്ചാൽ ലേഡീസ് പാർക്കിലേക്കാണ് കേട്ടോ പോണത്. കുട്ടികളായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി, കുറഞ്ഞ ചിലവിൽ കുട്ടികളായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി പ്ലേസ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കണ്ടേ ഇവളിപ്പോൾ എവിടുന്നാണ് വരുന്നത്? അപ്പോൾ ഞങ്ങൾ നടക്കല്ലേ, അപ്പോൾ ഓരോ ചൊക്കപ്പാർക്ക് നിന്ന് നടക്കാമെന്ന് ഇങ്ങനെ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാനും ഇക്കാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും മോളെ സ്ട്രോളറിൽ കിടത്തിയിട്ടുണ്ട് കേട്ടോ. എപ്പോഴാണ് കരയാന്ന് ഒരു പിടുത്തില്ല. കുറച്ച് നേരമൊക്കെ കിടക്കും 37, പിന്നെ 37 നീക്കൂട്ടോ, അത് ഉറപ്പാണ്. അപ്പോൾ ഞാനിക്കരോട് പറഞ്ഞു ആയിക്കോട്ടെ എന്നാൽ തള്ളിക്കൂടി നിങ്ങൾ പറഞ്ഞിട്ട് മോളൊക്കെ തള്ളുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇതാണ് കേട്ടോ. അജ്മാൻ ഷെയ്ഖിൻ്റെ വീട്ടിലേക്ക് പോണ വഴി, പിന്നെ അജ്മാൻ ഷെയ്ഖിൻ്റെ പള്ളിയാണ്. അതുപോലെ ഈ അജ്മാൻ ഷെയ്ഖിൻ്റെ ഇതിൽ തന്നെയാണ് കേട്ടോ ഈ ലേഡീസ് പാർക്ക് വരുന്നത്. അവിടെ ലേഡീസിനും കുട്ടികൾക്കും അതുപോലെ ഫാമിലീസിനും മാത്രമാണ് കേട്ടോ എൻട്രി ഉള്ളൂ. അല്ലാണ്ട് ബാച്ചിലറായിട്ട് വരുന്ന ഒരാൾക്കും അവിടെ എൻട്രി ഇല്ല കേട്ടോ. അപ്പം ഞാനും ഇക്കിതാ നടന്നുകൊണ്ടിരിക്കുക. ഞാൻ ഇക്കനോട് പറഞ്ഞു ഇതെന്താ എത്താത്തത്, കാറിൽ പോകുമ്പോൾ പെട്ടെന്ന് കാണണമല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇക്ക പറഞ്ഞ് അത് എത്തോടി പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല നിങ്ങളോട് മോള് കെടുക്കൂലെന്ന്. അവള് കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല കരച്ചിൽ തുടങ്ങി. അപ്പോൾ ഇക്കാണെങ്കിൽ ഓള് കരയുന്നുണ്ടാ ഭയങ്കര സങ്കടമാണ് കേട്ടോ. അപ്പോൾ ഇക്ക എന്ത് ചെയ്ത്, ഇക്ക പറഞ്ഞ ആയിക്കോട്ടെ ഞാൻ എടുത്തോളാം, ഈ സ്ട്രോളർ തള്ളിക്കോ പറഞ്ഞു. കാരണം ഞാൻ വെറുതെ സ്ട്രോളർ തള്ളുക, ഇക്ക കുട്ടീനെ എടുത്ത് നടക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ റാഷിദിയ പാർക്കിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. 4 ലേഡീസ്. ഇപ്പോൾ ഫാമിലീസിനും അലൗഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഫാമിലി ആയിട്ട് വരുന്ന ആൾക്കാർക്കും ഇപ്പോൾ കയറാം കേട്ടോ. ആദ്യം ഓൺലി ലേഡീസിന് മാത്രമേ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 2 dirhams ആണ് കേട്ടോ എൻട്രി ഫീ വരുന്നത്. ഇവിടെ ഒരുപാട് ഫുഡ് കൗണ്ടേഴ്സും അങ്ങനെയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ഇവിടെ ഇതൊന്നും ഉണ്ടാവില്ല വിചാരിച്ചു. ഞങ്ങൾ കുറേ മുന്നേ വന്നതാണ് കേട്ടോ. അടുത്താണ് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, കുറേ മുന്നേ വന്നത്. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ഇതൊക്കെ 5 dirhams ആണ് കേട്ടോ പ്രൈസ് വരുന്നത്. അപ്പോൾ ഇക്ക പറഞ്ഞു വെറുതെ ഐസ്ക്രീം വാങ്ങിയാൽ എന്തെങ്കിലും വാങ്ങിയാൽ മതിയായിരുന്നു കാരണം. ഞങ്ങൾ പറഞ്ഞു ഇനി മതി, ഇനി ഉണ്ടാകുന്നു, ഇനി നടന്നോടിയും പറഞ്ഞു. ഞാൻ ഇനിയിപ്പോൾ ഒന്നും കഴിക്കണ്ട പറഞ്ഞിട്ട് ഞങ്ങളത് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇക്ക എന്നോട് പറയുന്നുണ്ട് ഈ വേഗമായ ഹാദി വേഗമായോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇക്കനോടാണ് ഇതൊക്കെ ഒന്ന് വീഡിയോ എടുക്കട്ടെ പറഞ്ഞിട്ട് ഞാൻ ഇക്കനായിട്ട് പറയുന്നു കേട്ടോ. അപ്പോൾ ഇക്കാണെങ്കിൽ സ്പീഡിൽ നടന്നു പോകുന്നുണ്ട്. ഞാൻ ഇക്കനോടാണ് പതുക്കെ നടക്കുക, നമ്മൾ എന്തിനാണ് വന്നത് ചോദിച്ചപ്പോൾ ഇക്കാൻ ഞാനത് മറന്നു പറഞ്ഞു. അങ്ങനെ എന്നാൽ ഞാൻ ഓരോ ഭാഗം വീഡിയോസ് എടുത്തിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. മോളാണെങ്കിൽ നിന്നാൽ കരയായിരുന്നു. അപ്പോൾ ഇക്ക പറഞ്ഞു മോള് നിന്നാൽ കരയടി. അപ്പോൾ ഞാനിങ്ങനെ നടക്കുക, ഈ എൻ്റെ ഇഷ്ടം പോലെ വീഡിയോ എടുത്തോ പറഞ്ഞു. അങ്ങനെ ഞാനിങ്ങനെ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇക്കനോട് ഞാൻ വെറുതെ പറഞ്ഞു എനിക്കൊരാഗ്രഹമുണ്ട് പറഞ്ഞു. അപ്പോൾ ഇക്ക ചോദിച്ചു എന്താണ് എൻ്റെ ആഗ്രഹം ചോദിച്ചിട്ടാണ്. അപ്പം ഞാൻ ഇക്കനോട് പറഞ്ഞ ഒരാഗ്രഹമുണ്ട് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇക്ക പറഞ്ഞു എന്തായാലും ഈ പറയുക നമ്മൾ വരുമ്പോൾ കണ്ട വീലില്ല, അതിൽ കയറണം നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ നല്ല പൈസ ഉണ്ടാവും. 30 dirhams ഒക്കെ അല്ലേ ഞങ്ങളന്ന് ഇവിടെ ഫെസ്റ്റിവൽ ലാൻഡിൽ പോയപ്പോൾ 30 dirhams പറഞ്ഞപ്പോൾ ഞാൻ ഇക്കനോട് പറഞ്ഞു എന്തിനാ അത് 30 dirhams ഒക്കെ കൊടുത്തിട്ട് അതിൽ കയറണം പറഞ്ഞിട്ട് നിന്നതാണ് കേട്ടോ. അവിടെ ഇത് കുട്ടികൾക്കുള്ള വാട്ടർ തീം പാർക്ക് പോലത്തെ ഒരു ചെറിയൊരു സ്വിമ്മിങ് പൂളിൽ ജസ്റ്റ് ഒരു ഇതൊക്കെ വെച്ചിട്ട് ഒരു സ്വിമ്മിങ് പൂളിൻ്റെ സൈസേ ഉള്ളൂ. അതിൽ കുറേ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. 25 dirhams ആണ് കേട്ടോ അതിൽ ഒരു കുട്ടിക്ക് വരുന്നത്. 2 മണിക്കൂറിന് അതിലെങ്ങനെ വേണമെങ്കിലും എൻജോയ് ചെയ്യാം കേട്ടോ. പിന്നെ അവിടെ ഒരുപാട് കാർ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ഗെയിമിൻ്റെ ഒരു ഹാപ്പി ഫണ്ണ് എന്ന് പറഞ്ഞിട്ടൊരു ഇൻഡോർ ഏരിയ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇക്കനോട് പറഞ്ഞാൽ എന്തായാലും വന്നതല്ല അതിൻ്റെ ഉള്ളിൽ കയറിയേക്കാന്ന് പറഞ്ഞിട്ട് ഞാനും ഇക്ക അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടോ. കയറിയപ്പോൾ അവിടെ ഇന്ന് ഈ തിങ്കൾ ചൊവ്വ അതായത് ട്യൂസ്ഡേ വെനസ്ഡേ ഫുള്ള്, അതോ മൺഡേ ട്യൂസ്ഡേ ആണോ അറിയില്ല, മൺഡേ ട്യൂസ്ഡേ ആണ് തോന്നുന്നത്. ഫുള്ളും ഇതാണ് കേട്ടോ വരുന്നത്. ഹാഫ് പ്രൈസാണ് കേട്ടോ വരുന്നത്. 50% ഓഫർ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ പറയുന്നുണ്ട് ഇതൊക്കെ 50% ഓഫർ ഉണ്ട്, നിങ്ങൾ വേണമെങ്കിൽ കയറിക്കോ എന്നൊക്കെ അവർ നമ്മളോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇക്ക പറഞ്ഞു ഞാനിരിക്കട്ടെ, കാല് കടഞ്ഞിട്ട് വയ്യ, പെണ്ണാണെങ്കിൽ ഇപ്പോൾ കരയെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇരുന്നോ ഞാൻ എടുത്തോളാം ആളെ പറഞ്ഞിട്ട് ഞാൻ അവളെ എടുത്തു കേട്ടോ.
ഞാൻ എൻജോയ് ചെയ്താൽ വെറുതെ നിന്നിട്ട് വീഡിയോ ഒക്കെ എടുത്ത്. അപ്പോൾ ഇക്ക മോളായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇക്ക പറഞ്ഞു ഞാൻ നടക്കണൊക്കെ വീഡിയോയിൽ എടുത്തോ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ ഇന്നല്ല കാണേണ്ടി പറഞ്ഞു. അപ്പോൾ ഇക്ക പറഞ്ഞാൽ അല്ലല്ല ഇന്നെയാണ് കാണേണ്ടി പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞൊരാഗ്രഹം, ഞാൻ വരുമ്പോൾ ഞാൻ എപ്പോഴും ഇതിൽ കൂടെ പോകുമ്പോൾ ഞാൻ ഇക്കനോട് പറഞ്ഞു ഇക്ക ഇതിലുള്ള റൈഡിലൊക്കെ കയറണം പറയുമ്പോൾ ഇക്ക എന്നെ കളിയാക്കൂട്ടാ. അപ്പോൾ ഇക്ക പറഞ്ഞു ഇന്ന് ഏതെങ്കിലും ഒരു റൈഡിൽ കയറിക്കോ, ഒന്നാകെ 6 dirhams പെർ ഹെഡ് വരുന്നുള്ളൂ പറഞ്ഞിട്ട്. അപ്പം നമ്മൾ വരുമ്പോൾ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഒരു കപ്പിള് വേറെ വന്നിട്ടാ. അപ്പോൾ അവർ നല്ല വർത്താനൊക്കെ പറഞ്ഞ് നമ്മളായിട്ട്. അപ്പോൾ ഞാനിതായിൽ കയറാൻ പോവാണ് കേട്ടോ ഗേസ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു റൈഡിലൊക്കെ UAE വന്നിട്ട് കയറുന്നത്. അപ്പോൾ ഇക്ക പറഞ്ഞ എന്നോട് എന്തായാലും കയറിക്കുക, ആദ്യം 6 dirhams ഉള്ളൂ, നമുക്ക് എന്തായാലും മുതലാക്കാനിട്ട്. ഞങ്ങൾ 2 പേർക്ക് 12 dirhams കേട്ടോ ചാർജ് വന്നത്. അത് മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ അങ്ങനെ തോന്നുന്നുണ്ട്. 3 days 2 days അങ്ങനെയാണ്. വെനസ്ഡേ വരെ ഉണ്ടെന്നാണ് കേട്ടോ അവർ പറഞ്ഞത്. അല്ലാണ്ട് വീക്കെൻഡിൽ വന്നു കഴിഞ്ഞാൽ നോർമൽ റേറ്റ് കൊടുക്കണം പറഞ്ഞിട്ട്. അപ്പോൾ മുകളിൽ നിന്നിട്ടുള്ള വ്യൂ ആണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നതൊക്കെ. അജ്മാൻ ഫുള്ള് കാണാറില്ല നമ്മൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. കാരണം നിങ്ങൾ പറയുന്നുണ്ടാവും ഇപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ മേലെ കയറുന്ന അതൊക്കെ കാണാമെന്ന്. പക്ഷെ അങ്ങനെ അല്ലല്ലോ. നമ്മൾ എന്താ പറയുക, ഒന്ന് എൻജോയ് ചെയ്യണം, ഒന്ന് മനസ്സ് റിലാക്സ് ആക്കണം. അതുപോലെ എന്താ പറയുക, ഞങ്ങൾ 2 പേരും കുറേ നേരം സംസാരിച്ചിട്ട് അതിലിരുന്നിട്ട് 6-7 റൗണ്ടോളം അത് ചുറ്റിയിട്ടാണ്. അത്യാവശ്യം നല്ല ഞങ്ങൾ പറയുന്നത് ക്യാഷിന് നല്ല വെർത്തായിട്ടുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ താഴത്തുള്ളൊരു വ്യൂ ആണ് കേട്ടോ. ഇതിൽ കയറിയവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഞാൻ ഇക്കനോട് പറയും നാട്ടിൽ ഓരോ ഫെസ്റ്റിവലിന് പോയാലും കൂടി കയറലില്ല, ഇവിടെ വന്നിട്ടൊരു പ്രാന്തിന് കയറിയതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇക്കനോട് ഞാൻ പറഞ്ഞിട്ടോ. അപ്പോൾ ഇക്കനോട് പറഞ്ഞു 12 dirhams ഉണ്ടെങ്കിൽ ഒരു ഫലൂദ കുടിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇക്ക അറിയാം ഫലൂദ കുടിച്ചപ്പോൾ ഈ എൻജോയ്മെൻറ്റ് കിട്ടുമോ ചോദിച്ച്. അപ്പോൾ ഇതിൽ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇക്ക പറഞ്ഞ് കുഴപ്പമില്ല നീ പിടിച്ചിറങ്ങിക്കോ പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ കയറിയ പാട് വേറൊരു ഫാമിലി കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ മാത്രമായിട്ടാണ് കേട്ടോ ചുറ്റുന്നത്. ഞങ്ങൾ കയറുമ്പോൾ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു. പിന്നെ പെട്ടെന്നാണ് കേട്ടോ ഒരു കപ്പിൾ വന്നത്. അപ്പം ഞങ്ങൾ പറയുകയും ചെയ്തു. ഞാൻ ഇക്കനോട് പറഞ്ഞു കുറേ കാലത്ത് ആഗ്രഹമായിരുന്നു ഇതിൽ കൂടെ പോകുമ്പോൾ ഈ റൈഡിലൊന്ന് കയറണമെന്ന്. പിന്നെ ഉണ്ടോ ഈ റൈഡ്, ഇത് നല്ല രസമുണ്ട് കേട്ടോ. ഇതിൽ നമ്മൾ കയറണമെന്ന് വിചാരിച്ചപ്പോൾ ഇതിൽ 6 dirhams തന്നെയാണ് കേട്ടോ. നോർമൽ ഡേയ്സിൽ 12 dirhams. ഇന്ന് 50% ഓഫുള്ള കാരണം 6 dirhams ആണ് കേട്ടോ പ്രൈസ് വരുന്നത്. പിന്നെ ഇതിൽ 10 dirhams, ഇതിൽ 750 വരുന്നത്. 15 dirhams ആണ് കേട്ടോ നോർമൽ ഡേയ്സിൽ പ്രൈസ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇത് എന്താണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കടന്നിട്ട് എന്താ പറയുക നല്ലതുണ്ട് കേട്ടോ. പിന്നെ ഇത് 2 പേർക്ക് 10 minutesന് 10 dirhams ആണ് കേട്ടോ. നമുക്ക് 2 ആൾക്ക് ഓടിക്കാം കേട്ടോ. അപ്പം ഞാൻ ഇക്കനോട് പറഞ്ഞു അയ്യോടാ വിഡിത്തരായി, അതിൽ വേണ്ടി ഞാൻ ഇതിൽ കയറാതെ. അപ്പോൾ ഇക്ക കുട്ടീനാരും നോക്കോടി ചോദിച്ചിനോട്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് കുഴപ്പമൊന്നുമില്ല, എനിക്ക് കയറണ്ട, ഞാൻ വെറുതെ പറഞ്ഞാണ് പറഞ്ഞു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഒന്ന് കമൻറ്റ് ചെയ്യുക.